സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികളിൽ തെളിവെടുപ്പും പരിശോധനയും തുടർന്ന് അന്വേഷണ സംഘം. മുകേഷിനും ഇടവേള ബാബുവിനുമെതിരായ പരാതിയിൽ താരസംഘടന അമ്മയുടെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി. സിദ്ദിഖിനെതിരായ പരാതിയിൽ തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിൽ പരാതിക്കാരിയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പിനെത്തി. തനിക്കെതിരെയുള്ളത് വ്യാജ ആരോപണമാണെന്നാണ് അമേരിക്കയിലുള്ള നടൻ ജയസൂര്യയുടെ പ്രതികരണം. ഇടവേള ബാബു, മുകേഷ് എന്നിവർക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ അമ്മയുടെ കൊച്ചിയിലെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തിയത്. 2 മണിക്കൂറോളം പരിശോധന നീണ്ടു. അമ്മയിൽ അംഗത്വമെടുക്കാനെത്തിയപ്പോൾ ഇടവേള ബാബുവിൽ നിന്ന് ദുരനുഭവമുണ്ടായി എന്ന പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇടവേള ബാബുവിന് അന്ന് സംഘടനയുടെ ഔദ്യോഗിക ചുമതല ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതും ആ സമയത്ത് മുകേഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നതുമായ രേഖകൾ അന്വേഷണ സംഘം അമ്മ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തു. സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുമായി തിരുവനന്തപുരം മസ്കോട്ട് ഹോട്ടലിലും പോലീസ് തെളിവെടുപ്പ് നടത്തി. പീഡനം നടന്നത് 101D എന്ന മുറിയിലാണെന്ന് പരാതിക്കാരി സ്ഥിരീകരിച്ചു. പരാതിക്കാരിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിൻ്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷമാകും സിദ്ദിഖിനെ ചോദ്യം ചെയ്യുക. അതിനിടെ 2 ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതിയായ ജയസൂര്യ ഇതാദ്യമായി പ്രതികരണവുമായി രംഗത്തെത്തി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയായിരുന്നു താരത്തിൻ്റെ പ്രതികരണം. അമേരിക്കയിലുള്ള താനും കുടുംബവും ഉടനടി നാട്ടിൽ തിരിച്ചെത്തുമെന്നും വ്യാജ ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്നും ജയസൂര്യ പറഞ്ഞു. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ജയസൂര്യയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം.